എന്തായാലും നമുക്ക് വീഡിയോ കിട്ടിയില്ല. എന്നാൽ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വെച്ചാൽ ഞാനും. അപ്പോൾ അവൾക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബീച്ചിലൊക്കെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവളുടെ കൂടെ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ അപ്പോഴത്തേനും എല്ലാവരും എന്നെ കിടന്ന് തിരക്കുന്നുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പറഞ്ഞിട്ടാണ് 1-2 പേരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് പോയത്. ബാക്കി ആരും അറിഞ്ഞിട്ടില്ലായിരുന്നെന്ന് തോന്നുന്നു. അപ്പോഴത്തെ എല്ലാവരും വന്നിട്ട് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ ഓടി ഇങ്ങ് വന്നു. ഈ തമിഴ്നാട് ആ സൈഡിലൊക്കെ മുല്ലപ്പൂവിനൊക്കെ വിലക്കുറവാണെന്നാണല്ലോ പറഞ്ഞു കേട്ടത്. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പോയി അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വെച്ച് ചോദിച്ചപ്പോൾ അവർ 50-70 അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓണം പ്രോഗ്രാമിന് വേണ്ടി ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ റേറ്റ് ചോദിച്ചപ്പം ഒരു ഷോപ്പിൽ 70 ഒരു ഷോപ്പിൽ 100 ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് വലിയ റേറ്റ് കുറവായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. കാരണം പ്രത്യേകിച്ച് നമ്മൾ മുല്ലപ്പൂ വാങ്ങി വെക്കാനുള്ളൊരു ഒക്കേഷനൊന്നും അല്ലല്ലോ. പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ സാഫ്രോൺ ഗ്രിൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടു. അങ്ങനെ അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. പക്ഷേ അവിടുത്തെ ഫുഡൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈസൂട്ടനാണെന്നുണ്ടെങ്കിൽ പൂരിയാണ്